ലാലേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനിടയിൽ ദൃശ്യം 3യുടെ ആഘോഷങ്ങൾക്കിടയിൽ ഒരു വ്യത്യസ്തമായ അഭിപ്രായമാണ് ദൃശ്യം 3യെപ്പറ്റി, സിനിമയെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. ഒരു പെർഫെക്റ്റ് സിനിമയെന്ന് തോന്നിയില്ല ദൃശ്യം 3യെ. അവസാന ക്ലൈമാക്സിലേക്ക് പാടുപെട്ട് വലിച്ചെടുപ്പിക്കുന്ന ഒരു തിരക്കഥ പോലെയാണ് അനുഭവപ്പെട്ടത്. ആദ്യ പകുതി വരെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ലാത്ത പോലെ അനാവശ്യ സീനുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഒരു പക്ഷേ 2 മണിക്കൂറിൽ കണ്ടു തീർക്കാൻ പറ്റുമായിരിക്കും ഈ കഥ. കഥ തുടങ്ങുന്നത് ഇൻ്റർവെൽ ബ്ലോക്കിലാണ്. അവിടേക്ക് എത്തുന്ന ഒരു സർപ്രൈസ് ക്യാരക്ടറുണ്ട്. അവിടെ ഒരു കയ്യടി വീഴുന്നുണ്ട്. ജോർജ് കുട്ടിയോളം തന്നെ സ്ക്രീൻ പ്രസൻസും ഓറയും ഒക്കെ ഉള്ളൊരു ക്യാരക്ടറാണത്. പക്ഷേ ആ കഥാപാത്രത്തിൻ്റെ ക്യാരക്ടർ ആർക്കിന് തിരക്കഥയിൽ വേണ്ട ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ജിത്തു ജോസഫിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പൂർണ്ണത കിട്ടാതെ പോയ വേറെയും ചില കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. പുലി പോലെ വന്നിട്ട് എലി പോലെ പോയി എന്ന് പറയുന്ന തരം അവസ്ഥ. അതൊരു പക്ഷേ ഈ ജോർജ് കുട്ടിക്കും അയാളുടെ ഇമോഷൻസിനും കൂടുതൽ പ്രാധാന്യം കൊടുത്തതുകൊണ്ടായിരിക്കും മറ്റ് കഥാപാത്രങ്ങളെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ ജിത്തു ജോസഫിന് ആവാതെ പോയത്. പ്രയോറിറ്റി എപ്പോഴും ക്ലൈമാക്സ് ട്വിസ്റ്റിന് തന്നെയാണ്. ജിത്തു ജോസഫിൻ്റെ കയ്യിൽ കിട്ടിയ ആ ത്രെഡ് വലിയ തിരക്കേടൊന്നും ഇല്ലാതെ ക്ലൈമാക്സിൽ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കുടുംബത്തെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ അയാൾ തയ്യാറാണ്. അതിനുവേണ്ടി അയാൾ ക്ലൈമാക്സിൽ ചെയ്യുന്ന ആ ഒരു കാര്യം പക്ഷേ എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും അതൊരു ക്രിമിനൽ ബുദ്ധിയുള്ള ആൾക്ക് മാത്രമേ കഴിയൂ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു തരം ആക്ഷനാണ്. ആദ്യ ഭാഗത്തിൽ ജിത്തു ജോസഫ് എസ്റ്റാബ്ലിഷ് ചെയ്ത ദൃശ്യം ക്യാൻവാസ് ഉണ്ടല്ലോ, അത് ഒരുപാട് പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമയാണ് ദൃശ്യം 3. പറയാൻ കാരണം കഥയിൽ ജോർജ് കുട്ടിയെയും റാണിയെയും 2 മക്കളെയും അവരുടെ ജീവിത അന്തരീക്ഷത്തെയും ഒക്കെ അവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കറിയാം അവരിങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. റാണിയുടെ കഥാപാത്രത്തിൻ്റെ പ്ലേസ്മെൻറ്റിൽ ജിത്തു ജോസഫിന് നേരിടേണ്ടി വന്നിട്ടുള്ള പരിമിതികളെക്കുറിച്ച് പോലും അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. റിയലിസ്റ്റിക് ആയി മേക്കപ്പ് ഇല്ലാതെ ആ റോൾ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്ന സമയത്ത് മീന അത് വിസമ്മതിച്ചതൊക്കെ. പക്ഷെ മീനയെ വീട്ടിൽ സദാ തേച്ചു മിനിക്കിയ സാരി ഉടുക്കുന്ന, ഒരുങ്ങി നടക്കുന്ന ഒരു വീട്ടമ്മയായി കാണാൻ ദൃശ്യം ഫ്രാഞ്ചൈസി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇപ്പോൾ വലിയ മടിയൊന്നുമില്ല. അതിനെ കുറ്റം പറയാനും തോന്നുന്നില്ല. പക്ഷെ അപാകത തോന്നുന്നത് ചില സീനുകളിൽ ഈ മീനയും അൻസിബയും ഒക്കെ ഇടുന്ന റിയാക്ഷനുകളാണ്. ഭയങ്കര ഡ്രാമാറ്റിക് എക്സ്പ്രഷൻസ് ആണ് പലപ്പോഴും ഇവരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഡ്രാമയാണെന്ന് കരുതി തന്നെ തിയേറ്ററിൽ കണ്ടിരുന്നാൽ അതത്ര ബോറിംഗ് ഒന്നുമല്ല. പക്ഷെ മോഹൻലാൽ അതേ സ്പേസിൽ നിന്നുകൊണ്ട് ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് പെരുമാറുന്നത് എന്നുള്ളിടത്താണ് ഈ വൈരുദ്ധ്യം നമുക്ക് തോന്നുന്നത്. ലാലേട്ടനിൽ ഒരു ജോർജ് കുട്ടി ഉണ്ട് എന്ന വസ്തുത പ്രൂവ് ചെയ്യുന്ന പ്രകടനമാണ് ദൃശ്യം 3യിലേത്. മുൻപത്തേതിൽ നിന്നൊക്കെ വ്യത്യാസമായൊരു ക്യാരക്ടർ ചേഞ്ച് അനുഭവപ്പെട്ടിട്ടുള്ളത് എസ്തർ അനിലിൻ്റെ ക്യാരക്ടറിലാണ്. എസ്തറിൻ്റെ പെർഫോമൻസ് ആണ് മൂത്ത കുട്ടിയായ അൻസിബ ചെയ്ത കഥാപാത്രം വീക്കാവുന്ന പോയിന്റിൽ സീനുകളെ താങ്ങി നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു വലിയ അപകടത്തിൽ നിന്ന് റിക്കവറായി വരുന്ന കുട്ടിയാണ് അൻസിബ. അവർക്ക് ആ പരിഗണന ഫാമിലി കൊടുക്കുന്നുണ്ട്. അച്ഛനിൽ ഭയങ്കരമായി ഡിപ്പെൻഡ് ചെയ്ത് അച്ഛനെ ആശ്രയിച്ച് നിൽക്കുന്ന, ഒന്നിനും ഒരഭിപ്രായമില്ലാത്ത, കഥയ്ക്കും ക്ലൈമാക്സിനും ആവശ്യമായ ഒരു ഡമ്മി ടൂൾ മാത്രമായിട്ടാണ് അൻസിബയെ ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെയൊക്കെയാണ് ക്യാരക്ടർ നരേഷനിൽ തിരക്കഥയിൽ കുറച്ചുകൂടി ഡെപ്ത് ആവാമായിരുന്നല്ലോ എന്ന് തോന്നിയ പോയിന്റുകൾ. പല സീനുകളിലും മീനയുടെയും അൻസിബയുടെയും മറ്റു ചില കഥാപാത്രങ്ങളുടെയും ഒക്കെ ലിപ്സിംഗ് പോലും കൃത്യമല്ലാത്തതായി അനുഭവപ്പെട്ടു. പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ അൻസിബയുടെ ഡയലോഗുകളിലൊക്കെ അത് പ്രകടമായിരുന്നു. പക്ഷേ ഇത്തരം എല്ലാ പോരായ്മകളെയും നികത്താൻ പോകുന്ന ബ്രാൻഡ് വാല്യൂ ദൃശ്യത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പടം തിയേറ്ററിൽ 1 ടൈം വാച്ചിനുള്ള ഒരു വകയുണ്ട്. ലാലേട്ടൻ്റെ ക്ലൈമാക്സോട് അടുപ്പിക്കുന്ന രംഗത്തെ അഭിനയമൊക്കെ എടുത്തു പറയേണ്ടതാണ്. ദൃശ്യം ആദ്യ ഭാഗത്തോട് താരതമ്യം ചെയ്താൽ പോലീസ് സ്റ്റേഷൻ ട്വിസ്റ്റിനോളം വരുന്ന പ്ലോട്ട് അല്ലെങ്കിൽ പോലും തിയേറ്ററിൽ അടിപതറാതെ പിടിച്ചു നിൽക്കാൻ പോകുന്ന ചെറിയൊരു വെടിമരുന്നൊക്കെ ആയിട്ടാണ് ജിത്തു ജോസഫും മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും ദൃശ്യം 3യിലൂടെ ഇത്തവണ വന്നിട്ടുള്ളത്. വരുണിനെ ജോർജ് കുട്ടി പോലീസ് സ്റ്റേഷനിൽ കുഴിച്ചിട്ടടാ എന്ന് പറഞ്ഞ പോലെ ഒരു വരിയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന, പറഞ്ഞു പരത്താനാവുന്ന ഒരു സസ്പെൻസ് ഫാക്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ തിയേറ്റർ സുഖം പ്രേക്ഷകർക്ക് ഉടനെ എങ്ങും മിസ്സാവുമെന്ന് തോന്നുന്നില്ല. 4ാം ഭാഗത്തിലേക്കുള്ള ലീഡ് ഇട്ടിട്ടാണ് പടം തീരുന്നത്. അത് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.